لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ തബാറക സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ തെളിവാണ് ഇന്ന് നാം ഓതിയത്. അല്ലാഹു തആല മൗജൂദാണ് എന്നതിന് അല്ലാഹു എന്ന് നാം വിശ്വസിക്കുന്നതും പറയുന്നതും അതൊരു സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് അല്ലാഹുവിലുള്ള വിശ്വാസം പൂർണ്ണമാകുന്നത്. അതിനാദ്യം അല്ലാഹു തആല പറഞ്ഞ വലിയ തെളിവാണ് ഉഖൂഫു ത്വയ്രി ഫിൽ ഹവാഇ, ഹവയിൽ പക്ഷികളുടെ നൃത്തം. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ജീവിയുടെ തെളിവ് പറഞ്ഞു. രണ്ടാമതായി മനുഷ്യന്റെ സിഫത്തുകൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ. കേൾവിയും കാഴ്ചയും അവന്റെ ബുദ്ധിയും. ചെറിയൊരു മാറ്റം വന്നാൽ പൂർണാർത്ഥത്തിൽ മടക്കിക്കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ എന്ത് ഉണ്ട് നമ്മുടെ പക്കൽ? കേൾവി നഷ്ടപ്പെട്ടു. ഒരു ഉപകരണം വെച്ച് കേൾക്കുകയാണെങ്കിൽ അതിനൊരു പരിധിയും പരിമിതിയുണ്ട്. പഴയതുപോലെ ഇപ്പൊ കേൾക്കുന്നില്ല എന്ന് ആൾക്കാർ പറയും. പഴയതുപോലെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല യഥാർത്ഥത്തിൽ തന്നിരുന്ന ആ കേൾവി, അതിന് ചെറിയ ഒരു കുറവ് വരുമ്പോഴേക്ക് വലിയ ഒരു കുറവായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. കാഴ്ചയും അങ്ങനെ തന്നെ, ബുദ്ധിയും അങ്ങനെ തന്നെ. ഓർമ്മശക്തി, ബുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഖുവ്വത്തുൽ ഹിഫ്ള്, ഓർമ്മശക്തി എന്നുള്ളത്. വലിയ ഹദീസ് പണ്ഡിതന്മാരിൽ അപൂർവം ചില ആളുകളെ നമുക്ക് വായിക്കാൻ പറ്റും. 90 കഴിഞ്ഞിട്ടും 95 കഴിഞ്ഞിട്ടും അവർക്ക് കിട്ടിയ ഹദീസ് അതിന്റെ സംഭവ സ്ഥലം അടക്കം സമയമടക്കം ഉദ്ധരിക്കാൻ നല്ല കഴിവും ഓർമ്മയും ഉള്ളവർ. ഓർമ്മശക്തി കുറഞ്ഞാൽ പിന്നെ ആ ഹദീസ് പണ്ഡിതനിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുന്നതിന് ആരും പോകൂല. കാരണം പണ്ഡിതനല്ലാത്തതുകൊണ്ടല്ല, ഓർമ്മക്കുറവുള്ളത് കൊണ്ട് ഒരു പക്ഷേ പറയുന്ന വാക്കുകളിലോ വിഷയങ്ങളിലോ മാറ്റം വരാം. അതുകൊണ്ടാണ് നല്ലവണ്ണം തിട്ടപ്പെടുത്തി പറയാനുള്ള കഴിവ് വേണം ഹദീസ് പണ്ഡിതന് എന്ന് ഷർത്ത് വെച്ചത്. അതാണ് ശരിക്ക് നമ്മുടെ അഖ്ലിന്റെ, ബുദ്ധിയുടെ അവസ്ഥ. അല്ലാഹു തആല നമുക്ക് തരുന്ന ആ ഓർമ്മശക്തി അത് നാൾക്ക് നാളിങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ എന്താപ്പം നമുക്ക് മനസ്സിലാകുന്നത്? നമ്മൾ സ്വയം ഉണ്ടാക്കിയതല്ല ഈ അഖ്ല് എന്നത്.
ദൂരക്കാഴ്ച നല്ലോണം കിട്ടിയിരുന്നു, ഇപ്പൊ കുറച്ച് കുറവാണ്. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്റെ കാഴ്ചയുടെ നിയന്ത്രിക്കുന്നവൻ, അത് സൃഷ്ടിച്ചവൻ ഞാനല്ല, അല്ലാഹുവാണ്. ഈ പ്രധാനപ്പെട്ട 3 സിഫത്തുകൾ നമ്മുടെ ശരീരത്തിലൂടെ അല്ലാഹു തആല നമുക്ക് നൽകുന്ന വലിയ തെളിവാണ്. രണ്ടാമത്തെ തെളിവാണത്. അതാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചത്. ആ സമഉം ബസറും അഖലും അല്ലാഹു തആല നമുക്ക് അതിന്റെ കഴിവ്, അതിന്റെ ഖുവ്വത്ത് അല്ലാഹു തആല ദായിമാക്കി തരട്ടെ. 3 കാര്യങ്ങളിൽ, ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ കുഴപ്പമുണ്ടെങ്കിലും അദ്ദേഹത്തെ മതിയാകുന്ന തരത്തിലുള്ള ഒരു നേതൃസ്ഥാനത്തേക്ക് നിർത്താൻ പറ്റൂല. അത് കേൾവിക്ക് കുഴപ്പമാണെങ്കിലും, കാഴ്ചക്ക് കുഴപ്പമാണെങ്കിലും, ഓർമ്മക്ക് കുഴപ്പം വന്നാലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ അഖ്ല് എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിനെ പറ്റി പഠിക്കാനും ഉൾക്കൊള്ളാനും മനുഷ്യന് ഈ 3 കാര്യങ്ങളും ആവശ്യമാണല്ലോ. കേൾവി ശക്തി വേണം, കാഴ്ച ശക്തി വേണം, മാനസികമായുള്ള ശക്തിയും ഖുവ്വത്തുൽ അഖ്ലും വേണം, ബുദ്ധിയും വേണം. ഇതും അല്ലാഹു തആലാന്റെ മേൽ അറിയിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള വലിയ സിഫത്തുകളാണ്. ഇത് പറഞ്ഞതിന് ശേഷം 3ാമത്തെ തെളിവ് ഖുൽ ഹുവല്ലദീ ദറഅകും ഫിൽ അർളി വ ഇലൈഹി തുഷ്റൂൻ. പറഞ്ഞു കൊടുക്കൂ നബിയെ, ഹുവല്ലദീ ദറഅകും ഫിൽ അർളി, അവനാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചവൻ. ഹുവല്ലദീ ദറഅകും ഫിൽ അർളി, മനുഷ്യൻ സ്വയംഭൂവായി ഉണ്ടായതല്ല, അള്ളാഹു ഭൂമിയിൽ സൃഷ്ടിച്ചതാണ്. ഭൂമിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഒന്നാണ് നിങ്ങൾ. വ ഇലൈഹി തുഷ്റൂൻ, അവനിലേക്ക് തന്നെ നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും, ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ മനുഷ്യൻ അവൻ പുതുതായി ഉണ്ടായ ഒരു സൃഷ്ടിയാണ്. അല്ലാഹു തആല ആലമിനെ പടക്കുമ്പോൾ, സമാവാത്ത് അർള് ആകാശഭൂമികളെ പടക്കുമ്പോൾ ഇവിടെ മനുഷ്യനുണ്ടോ? ഇല്ല. വെള്ളത്തെ അല്ലാഹു തആല സംവിധാനിച്ചപ്പോൾ ഇവിടെ മനുഷ്യനുണ്ടോ? ഇല്ല. മനുഷ്യന്റെ മുമ്പ് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചവരല്ലേ ജിന്നുകൾ, മലക്കുകൾ. പിന്നെയല്ലേ മനുഷ്യൻ വരുന്നത്, മനുഷ്യനെ അല്ലാഹു പടക്കുന്നത്. അപ്പം ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഇത് സ്വയം മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്നോ അല്ലെങ്കിൽ ഭൂമി ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വിട്ടതാണോ എന്നോ പറയുകയാണെങ്കിൽ മനുഷ്യന് സംഭവിക്കുന്ന കഴിവുകേടുകളെ തിരുത്താൻ എന്താണ് സ്വമേധയാ കഴിയാത്തത്? ഇപ്പോഴൊക്കെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആൾക്കാർ, ബുദ്ധിജീവികൾ എന്ന് അവരെ പറ്റി പറഞ്ഞുകൂടാ, പലരും അങ്ങനെ പറയണത്. ആ പേര് നിലക്ക് യോജിക്കുന്നില്ല. റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയ ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിവില്ലെങ്കിൽ അയാളെപ്പറ്റി ഹക്കീം, ഒരു തത്വജ്ഞാനി എന്ന് പോലും പറഞ്ഞുവിടാന്നാ. നമ്മൾ ശാസ്ത്രമണ്ഡലത്തിൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും, അതൊക്കെ കണ്ട് എഴുതാനായിരിക്കും എന്ന് കരുതുക. കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരാളാന്ന് കൂട്ടിക്കൊള്ളും. അയാളെപ്പറ്റി ലം യഖുൽ ഹക്കീമൻ, അയാളെപ്പറ്റി നീ ഒരു ഹക്കീം എന്ന് പറയണ്ട, തത്വം അറിയുന്ന ആൾ എന്ന് പറയണ്ട. കാരണം അല്ലാഹു തആലാനെ പറ്റി അറിയാനുള്ളൊരു കഴിവ് അയാൾക്ക് ഉണ്ടായില്ലല്ലോ. ഒരു മനുഷ്യൻ അല്ലാഹു തആല നൽകുന്ന കഴിവുകളിൽ വലിയ കഴിവ് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള കഴിവാണ്. അങ്ങനെ മനസ്സിലാക്കി അള്ളാഹുവിനെ മനസ്സിലാക്കിയ, അള്ളാഹുവിനെ അറിഞ്ഞ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. അഅറാബി പോലും മനസ്സിലാക്കിയത് എങ്ങനെ? ഒരു പാവപ്പെട്ട അഅറാബിയോട് അല്ലാഹു തആല ഉണ്ട് എന്നതിന് തെളിവ് പറഞ്ഞു കൊടുത്തത് ആകാശത്തിലെയും ഭൂമിയിലെയും അടയാളങ്ങളല്ലേ. അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ, നമ്മൾ പണ്ടക്കും പണ്ടേ പഠിച്ചു വരുന്ന തെളിവാണ്. ഒട്ടകക്കാഷ്ടം ഒട്ടകത്തിൻ്റെ മേൽ അറിയിക്കും. അതുപോലെ തന്നെ വഅസറുൽ അഖ്ദാമി തദുല്ലു അലൽ മസീർ, കാൽപാദങ്ങളുടെ അടയാളം നടന്നു പോയിട്ടുണ്ട് ആള് എന്നതിൻ്റെ മേൽ അറിയിക്കും. ഒരാൾ നടന്നുപോയി എന്നുള്ളതിന് കാൽപാദം തെളിവല്ലേ.
അതാരുടെ കാൽപാദമാണ് എന്നും ഇന്ന് തെളിയിക്കുന്നു. ഒരാളെ ശരീരം ഭൂമിയിലേക്ക് തട്ടിയാൽ അതാരുടേതാണ് എന്ന് തെളിയിക്കാനെന്ന് ഉപകരണമുണ്ട്. അതിന് ടെസ്റ്റൊക്കെ നടത്താനുണ്ട്. ഒരു ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ചത് ആരുടേതാണ് എന്ന് തെളിയിക്കാൻ ഉമിനീര് വെച്ച് ടെസ്റ്റ് ചെയ്യാം. എന്തെല്ലാം ടെസ്റ്റാണ് നടക്കുന്നത്. ഒരു കുട്ടിയുടേത് പോലും ആ കുട്ടി ആരുടെ കുട്ടിയാണ് എന്ന് അറിയിക്കാനുള്ള ടെസ്റ്റ് വരെ ഇല്ലേ. അപ്പൊ ഇത് ഈ അസറുൽ അഖ്ദാം, കാൽപാദങ്ങളുടെ തെളിവ്, അടയാളം സഞ്ചരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കും എങ്കിൽ ഫർളുൻ ദാത്തു ഫിജാജിൻ, വ്യത്യസ്ത വഴികളുള്ള ഈ ഭൂമിയിൽ വ്യത്യസ്ത വഴി അള്ളാഹു നൽകിയതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഒരു വലിയ അനുഗ്രഹമാണ് ജനങ്ങൾക്ക് ചെന്നു ചേരാനുള്ള വ്യത്യസ്ത വഴികൾ അള്ളാഹു നിർമ്മിച്ചു തന്നു എന്നുള്ളത്. അത് കടലിലും കരയിലും ഒക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വലിയൊരു അനുഗ്രഹമാണ്. ഈ വഴികളില്ലെങ്കിൽ എങ്ങോട്ട് പോകും? മുകളിലൂടെ പറക്കുന്ന വിമാനങ്ങൾക്കും റൂട്ടില്ലേ? ആ റൂട്ട് അറിഞ്ഞില്ലെങ്കിൽ എവിടെ എത്താനാ? അപ്പം ഈ വഴികൾ വസമാഉൻ ദാത്തു അബ്റാജിൻ, ആകാശത്തിനും ഉണ്ട് രാശികൾ. അതിലുള്ള നക്ഷത്രങ്ങളും മറ്റും സഞ്ചരിക്കാനുള്ള റൂട്ട് അതിനുണ്ട്. എല്ലാ ദിവസവും ഒരേ റൂട്ടിലൂടെയാണ് സൂര്യൻ പോകുന്നത് എന്ന് പറയണ്ട, മാറ്റമുണ്ട്. ചന്ദ്രൻ ഇങ്ങോട്ട് വരുന്നതും ഒരേ റൂട്ടിലൂടെയാണ് എന്നും പറയണ്ട. വ്യത്യസ്ത ബുർജുകളുള്ള ആകാശം. അഫലാ തദുല്ലു അലൽ ലത്തീഫിൽ ഖബീർ, അത് ലത്തീഫും ഖബീറുമായ, നമ്മുടെ കണ്ണുകൊണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയാത്ത എല്ലാ വിഷയങ്ങളും അറിയുന്നവനായ അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കൂലേ എന്ന് ചോദിച്ചപ്പോൾ അറാബിക്കത് പെട്ടെന്ന് മനസ്സിലായി, ഉൾക്കൊണ്ടു. കാരണം അതെങ്ങനെ ഉൾക്കൊള്ളാതൊക്കെ ശരിയല്ലേ ഈ പറയുന്നത്? നമ്മളിവിടെ പലതും നമുക്ക് തെളിവാക്കുമ്പോൾ എന്നാൽ നമ്മളെ പരിധിയിൽപ്പെട്ടതല്ലല്ലോ ഈ കാണുന്ന ഭൂമിയുടെ ഈ വ്യത്യസ്തതയും ആകാശത്തിൻ്റെ വ്യത്യസ്തതയും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ട ലത്തീഫും ഖബീറുമായ അള്ളാഹു ഉണ്ട് എന്നുള്ളത്. ഇതാണ് സത്യത്തിൽ ഏറ്റവും വലിയ ഇൽമ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം. അത് സമർത്ഥിക്കാനും അത് പഠിപ്പിക്കാനും ഉള്ള കഴിവാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൽമ്. ഇൽമുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇൽമേത അതപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാരിഫത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ബാക്കിയൊക്കെ അതിൻ്റെ താഴെയാണ്. ബാക്കി എല്ലാ അറിവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയുള്ള അറിവും മലക്കുകളെ പറ്റിയുള്ള അറിവും ഖിയാമത്ത് നാളിനെ പറ്റിയുള്ള അറിവും ഒക്കെ അതിൻ്റെ തഹ്തിലാണ്. ജീവിതമാർഗങ്ങളും ജോലിയും ഭാഷയും ഭൂഷയും ഒക്കെ അറിയൽ അതിൻ്റെ താഴെയാണ്. ഏറ്റവും അഅലൽ ഉലൂം മാരിഫത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ അറിയലാണ്. ആ അറിവിൽ അബദ്ധം സംഭവിക്കാൻ പാടില്ല. ഒട്ടുമിക്ക ആളുകൾക്കും അബദ്ധം സംഭവിച്ചത് ബിദ്അത്തുകാരാകട്ടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിലാണ്. ചിലർ അല്ലാഹു തആലാക്ക് സൃഷ്ടികളുടെ പരിവേഷം ചേർത്ത് കൊടുത്തു. ചിലർ അല്ലാഹു തആലാനെ ഒരു സങ്കല്പമായി ഉപരോധിച്ചു, അങ്ങനെ പ്രഖ്യാപിച്ചു. ചിലർ അല്ലാഹു തആല എന്ന് പറയുന്ന ഒരു പരമമായ ശക്തി ഉണ്ടായേക്കാം എന്ന ഒരു ഊഹത്തിൽ വിശ്വസിച്ചു. നമ്മളെ വിശ്വാസം അങ്ങനെയാണോ? അല്ല, അങ്ങനെ വിശ്വസിച്ചിട്ട് കാര്യമല്ല. നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹു മൗജൂദാണ് എന്ന് സമർത്ഥിച്ച് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ആണി വെച്ച് ഉറപ്പിക്കുന്ന അത്രയും തറപ്പിക്കുന്ന തെളിവാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ജീവികളുടെ ജീവിതത്തിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് പക്ഷികളുടെ നൃത്തം തെളിവായി പറഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് 3 കഴിവുകളെ 3 സിഫത്തുകളെ തെളിവാക്കി അല്ലാഹു തആല മുന്നോട്ട് വെച്ചു. എൻ്റെ ഒരേ സമയത്ത് ഒരേ രൂപത്തിൽ എന്താ നമുക്ക് കേൾവി, നമുക്ക് കാഴ്ച, നമുക്ക് അഖ്ല് ഒരേ രൂപത്തിലില്ലാത്ത 10-16 വയസ്സിൽ നടന്നൊരു സംഭവം നമ്മളോട് പറയുമ്പോൾ എന്തിനാ 10 മിനിറ്റ് ആലോചിക്കണ്? അല്ല, നിങ്ങൾ ആ സംഭവം ഉണ്ടായപ്പോൾ ഞാനും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയല്ലേ? അങ്ങനെ നടന്നിട്ടില്ലല്ലോ. നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് പങ്കെടുത്ത ഒരാൾ നടന്നിട്ടുണ്ട്, ഞാനും ഉണ്ടായിരുന്നല്ലോ അതിൽ. അപ്പോൾ ഇയാൾക്ക് എത്ര ചിന്തിച്ചിട്ട് ഓർമ്മ കിട്ടുന്നു? എന്താ കിട്ടാത്തത്? ആരപ്പോൾ ആ നടന്ന ആ സമയത്ത് 16 വയസ്സിൽ നടന്ന ആ സംഭവത്തിൻ്റെ ഓർമ്മ നിങ്ങളിൽ നിന്ന് പിൻവലിച്ചതാരാ? എത്ര ഓർത്തിട്ട് കിട്ടുന്നില്ലല്ലോ റബ്ബേ.
ഞാനും അതിലുണ്ടായിരുന്നു, നിങ്ങളുണ്ടായിരുന്നു അതിൽ. ആ 16-ാമത്തെ വയസ്സിൽ നടന്ന ആ സംഭവത്തിൽ നിങ്ങളുണ്ട്. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ആളുകൾ തെളിവാ, സാക്ഷിയാണ്. ഒരു രണ്ടാളുണ്ട്, നിങ്ങളുണ്ട്. മൂന്നാമൻ പറയുന്നു ഞാൻ അതിലില്ല. എന്താ ഇല്ലാത്ത? ഓർമ്മ വരുന്നില്ല. എന്തേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപകരണമായ കണ്ണട നമ്മൾ വെച്ചു, കണ്ണിന് താങ്ങായിട്ട്. കാതിൽ ഉപകരണം വെച്ചു, കാതിന് താങ്ങായിട്ട്. എല്ലാ സമയത്തും ഒരേ ഡിഗ്രിയിലും പവറിലുമാണെങ്കിൽ ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? അപ്പോൾ അല്ലാഹു തആലാന്റെ കഴിവ് ബോധ്യപ്പെടുത്തിത്തരാൻ അള്ളാഹു നമ്മിലൂടെ വെച്ച 3 സിഫത്തുകളാണത്. അതിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സ്വമേധയായുള്ള സ്വന്തമായുള്ള വകയിരുത്തൽ കൊണ്ടോ വിവേകം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല ഇതിൻ്റെ നിലനിൽപ്പ്. മൂന്നാമതായി നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ സ്വയംഭൂവായി വന്നതാണെന്നല്ല. മുസ്ലിം നാമധാരികളായ യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്, മനുഷ്യൻ സ്വയംഭൂവായതാണ്. എന്താ അവിടെ സ്വയംഭൂവായതുള്ളത്? ഒന്നുമില്ല. ഭൂമി സ്വയംഭൂവ അല്ല, ആകാശം സ്വയംഭൂവ അല്ല, എല്ലാറ്റിനെയും അള്ളാഹു പടച്ചതാണ്. അല്ലാഹു തആല പടച്ചതല്ല എന്ന് പറയുന്ന ആളുകൾ ഈ മാറ്റം സ്വയമായി മാറിയതാണെങ്കിൽ എന്തുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ മാറുന്നില്ല? എന്തുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കുന്നില്ല? ചില ഭാഗത്ത് കാറ്റടിച്ച് വീശി, എന്താ എല്ലാ ഭാഗത്തും ഇല്ലാത്തത്? ചില ഭാഗങ്ങളിൽ വെള്ളം അങ്ങനെ കുതിച്ചുയർന്ന് പെട്ടെന്ന് തന്നെ താന്നുപോയി, എന്താ എല്ലാ ഭാഗത്തും ഇല്ലാത്തത്? ചില ഭാഗത്ത് എത്ര മഴ പെയ്താലും ഒരു കുഴപ്പമില്ലാത്ത, എന്താ അങ്ങനെ? എന്നാ എല്ലാ ഭാഗത്തും ഒരുപോലെ വേണ്ടേ? അതില്ലല്ലോ. ഇതൊന്നും ഒരു സ്വയംഭൂവല്ല, സ്വയമായി ഉണ്ടായതുമല്ല, ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുമല്ല. അപ്പം നമുക്ക് നമ്മളോട് ബുദ്ധിജീവികളായ മനുഷ്യന്മാരോട് അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ സ്വമേധയാ ഉണ്ടായതാണ് എന്ന് നിങ്ങൾ കരുതരുത്. ഹുവല്ലദീ ദറഅക്കും ഫിൽ അർള്, ഭൂമിയിൽ നിങ്ങളെ പടച്ചവൻ അല്ലാഹുവാൻ. വഇലൈഹി തുശ്ശറൂൻ, അവനിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് വീണ്ടും ഉണർത്താനുള്ള കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. തെളിവുകളൊക്കെ നിരത്തി വെച്ചത്, എന്നിട്ട് അവസാനം ഹശറുണ്ട് എന്നും പറഞ്ഞപ്പോൾ 3 തെളിവും പറഞ്ഞു കഴിഞ്ഞു. അത് പറഞ്ഞിട്ട് വീണ്ടും അള്ളാഹു ഉണർത്തുന്നത് വൈലേഹി തുഷറൂൻ എന്നാണ്. എന്തിനാണത് എന്നറിയോ? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഈ സൃഷ്ടിപ്പിൻ്റെയും മരണത്തിൻ്റെയും ഹയാത്തിൻ്റെയും ഒക്കെ ലക്ഷ്യം ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അതൊന്നുകൂടി തറപ്പിച്ച് പറഞ്ഞതാണ് വൈലേഹി തുഷറൂൻ. നിങ്ങളെ അല്ലാഹു തആല ഭൂമിയിൽ പടച്ചു എന്ന് കരുതിയിട്ട് ഇനി ഇതോടുകൂടെ തീർന്നു എന്ന് കരുതണ്ട. വൈലേഹി തുഷറൂൻ, അവനിലേക്ക് തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്പം നിങ്ങൾ എന്ത് കരുതണം? അവിടെ ജയിക്കണം. ജയിക്കുന്നവരിൽ അല്ലാഹു പെടുത്തി തരട്ടെ. വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഅ്മിൻ മുഅ്മിനാത്തുകളെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇത് പറയാനാണ്. മഹ്ശറുണ്ട് എന്നതിൻ്റെ തെളിവ് പറയാനല്ല. മഹ്ശറുണ്ട് എന്ന് പറഞ്ഞ് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പറഞ്ഞ് നമ്മളെ ഉണർത്തുന്നത്, നമ്മളൊക്കെ നന്നാകണം, നമ്മളൊക്കെ ആ വിഷയത്തിൽ കൂടുതൽ കൂടുതൽ താല്പര്യപ്പെട്ട് കൂടുതൽ മുന്നോട്ട് ഗമിക്കണം. അല്ലാഹു തആലാന്റെ ഇബ്തിലായിൽ ഏറ്റവും പരീക്ഷണത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന വിജയിക്കുന്ന ആളായി മാറണം എന്ന് അറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വഇലൈഹി തുശ്ശറൂൻ എന്ന ആ വാക്ക് ഈ തെളിവിൻ്റെ കൂടെ ചേർത്തി പറഞ്ഞത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിങ്ങൾ നോക്ക്, ലോകാവസാനവും ഖിയാമത്ത് നാളും ഹശറും, ഈ ഹശറാണപ്പോൾ പറഞ്ഞു വൈലേഹി തുഷറൂൻ. ഈ മഹ്ശറിൽ വിശ്വാസമില്ലാത്ത ആളുകൾ എന്നും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സ്വാദിഖീൻ. അവർ പറയും, അവരുടെ പരിഹാസ്യ മുഖേന അവിശ്വാസികൾ പറയും, കുഫാർ പറയും, അതുപോലെയുള്ള ആളുകൾ പറയും മത്താ ഹാദൽ വഅദ്. ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട് ഈ ആയത്ത്? അതവരുടെ ചോദ്യത്തിൻ്റെ ആധിക്യമാണ് അറിയിക്കുന്നത്. പരിഹസിച്ച് എല്ലാ നബിമാരോടും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മത്താ ഹാദൽ വഅദു ഇൻ കുന്തും സ്വാദിഖീൻ. ഇതന്നെയല്ലേ നമ്മൾ യാസീനിൽ ഓതിയത്? യാസീനിൽ ഓതിയില്ലേ? ഇതേ ആയത്ത് തന്നെയല്ലേ സൂറത്തു നംലിലുള്ളത്? ഒരേ ആയത്ത്. പക്ഷെ അതിൻ്റെ അപ്പുറം ഇപ്പുറവും പറയുന്ന വിഷയത്തിൽ മാറ്റം ഉണ്ടാകും. ഇവിടെ മത്താ ഹാദൽ വഅദു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൊട്ടു മുമ്പ് പറഞ്ഞ വൈലേഹി തുശ്ശറൂൻ മഹ്ശർ എപ്പോഴാണത്?
ഈ വഅദ്, നിങ്ങൾ ഈ പറയുന്ന വാഗ്ദാനം, മഹ്ശറുണ്ട് എന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? വൈലൈ തുഷ്റൂൻ, മഹ്ശറിലേക്ക്, നിങ്ങൾ ഭൂമിയിലേക്ക് തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടും, അള്ളാഹുവിലേക്ക് തന്നെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. എപ്പോഴാണ് ആ ഒരുമിച്ച് കൂട്ടൽ? ഹശ്ർ എപ്പോഴാണ്? അവരുടെ ചോദ്യമാണ്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതെപ്പോഴാണെന്ന് പറഞ്ഞു തരൂ, അതിൻ്റെ സമയം പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊടുത്ത മറുപടി, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അതിൻ്റെ യഥാർത്ഥ വിവരം പറഞ്ഞു കൊടുക്കൂ നബിയെ. ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അതിൻ്റെ യഥാർത്ഥ വിവരം അള്ളാഹുവിൻ്റെ പക്കലാണ്. ആ ടൈം എപ്പോഴാണ് എന്ന് കറക്റ്റ് അള്ളാഹുവിൻ്റെ പക്കലാണ്. പിന്നെ നിങ്ങളെന്തിനാ വൈന്നമാന നദീറും മുബീൻ, എന്തിനാ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? ഞാനതിൻ്റെ ടൈം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ വൈന്നമാ അന നദീറും മുബീൻ, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നാകണം, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം, നിങ്ങൾ ആഖിറത്തിലേക്ക് ഒരുങ്ങണം. അതിൻ്റെ ടൈം അറിയിക്കുക എന്നത് എൻ്റെ ഡ്യൂട്ടിയല്ല. ഞാനിങ്ങനെ വിഷയങ്ങൾ വരാനുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ സെറ്റപ്പാക്കാനാണ് അള്ളാഹു എന്നെ ഉപയോഗപ്പെടുത്തിയത്, എന്നെ ചുമതലപ്പെടുത്തിയത്. ഹശ്ർ വരാനുണ്ട്, നശ്ർ വരാനുണ്ട്, ഖിയാമത്ത് നാളിലെ മൗഖിഫ് വരാനുണ്ട്. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ സജീവമാക്കാനാണ്. അതാണ് നദീർ, മുന്നറിയിപ്പുകാരനായ എൻ്റെ ഡ്യൂട്ടി അതാണ്. സമയം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് അള്ളാഹുവാണ്. നമ്മൾ അങ്ങനെ ഒരു വിഷയം നമ്മൾ അറിയില്ല എന്ന് കരുതിയിട്ട് ഇല്ലയെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അത് പറ്റുമോ? നമുക്കങ്ങനെ ഡേറ്റ് അറിയില്ല എന്ന് കരുതിയിട്ട് ഒരു സംഗതി ഇല്ലയെന്ന് വെച്ചുകൂടാ. എന്നാൽ അപ്പം അങ്ങനെയാണെങ്കിൽ റൂഹ് എവിടെ? റൂഹ് എന്ന ഒരു വസ്തുത ഇല്ലേ? ഉണ്ട്, റൂഹുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ചില ആൾക്കാർ അതിന് ജീവൻ എന്ന് പറയും. ആ റൂഹ് നമ്മുടെ ശരീരത്തിലില്ലേ? ഉണ്ട്. ആ റൂഹിനെ പിടിക്കപ്പെടുന്നില്ലേ? ഉണ്ട്. റൂഹിനെ അങ്ങനെ പിടിക്കുന്നൊന്നുമില്ല. നബിനങ്ങ് ജീവനങ്ങ് നിലനിൽക്കട്ടെ. ഒരാൾ കുടുംബക്കാരൊക്കെ ഉദ്ദേശിക്കുന്ന അത്രയും കാലത്തോളം അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ ജീവിച്ചിട്ട്. ഉപകരണത്തിൻ്റെ സഹായത്തിലാണെങ്കിലും എത്ര താങ്ങാൻ പറ്റും? ഉപകരണം തന്നെ താങ്ങാൻ കഴിയാതെയാകുമ്പോൾ അവർ പറയും ഇനി ഈ ഉപകരണം കേടെടുത്തണ്ട, കാരണം അത് ബാക്കിയുള്ളവർക്കും ഘടിപ്പിക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഇനി കൂടുതൽ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മളെ ശരീരത്തിൽ അല്ലാഹു തആല സംവിധാനിച്ച റൂഹ് എന്ന് പറയുന്ന പരമാർത്ഥം, യാഥാർത്ഥ്യം അതുണ്ടോ? ഉണ്ട്. എന്നതുപോലെ തന്നെ ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ഒരു സംഭവം അത് സംഭവിക്കാനുണ്ട്. അതിൻ്റെ തെളിവുകളിലേക്ക്, അതിൻ്റെ അടയാളങ്ങളിലേക്ക് നമ്മളിങ്ങനെ അതിൻ്റെ അവസാനത്തിലേക്ക് ഇങ്ങനെ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ അടയാളങ്ങളൊക്കെ അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ആളുകളിങ്ങനെ കണക്ക് കൂട്ടുകയാണ്. സംഗതി ഇനി ഏകദേശം തീരാനായി, ഇനി കൂടുതലൊന്നും കണക്കാക്കി നിൽക്കേണ്ടതില്ല. ശാസ്ത്രലോകവും അവരുടെ പരീക്ഷണങ്ങളിലൂടെ അവർ പറയുന്നത് ഓരോ വർഷവും മാറി വരുന്ന സൂര്യൻ്റെ പ്രകാശത്തിൻ്റെയും അതിൻ്റെ ചൂട് കൂടുതലാകുന്നതിൻ്റെയും രഹസ്യങ്ങളെ പറഞ്ഞപ്പോൾ സൂര്യനിങ്ങനെ താപം കൂടി വന്ന് അത് അവസാനിക്കും, കരിഞ്ഞു പോകും എന്നൊരവസ്ഥയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. കരിഞ്ഞു പോകല്ല, അത് ചുരുട്ടപ്പെടും. ഇത് ശംസു കുവ്വിറത്ത്, അത് മൊത്തം ഒന്ന് ചുരുട്ടി അതിൻ്റെ പ്രഭാകിരണങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ഒരു ഇരുട്ട്. അങ്ങനെ ലോകം ഇരുട്ടിയാൽ പിന്നെ ഇവിടെ പലതിൻ്റെയും അവസ്ഥകൾ അവസാനിച്ചില്ലേ? ഇവിടെ എല്ലാം അവസാനിച്ചു. വൈദ്യുതിയാകട്ടെ, കൃഷിയാകട്ടെ, ഉൽപാദനങ്ങൾ നടക്കുന്ന ഏത് വിഷയങ്ങൾക്കും അതോടുകൂടെ അറുതിയായി. അതെങ്ങനെ സംഭവിക്കാനുണ്ട് എന്നതിന് അവർ തെളിവ് കാണുന്നത് വർഷാവർഷം അവരുടെ പരിശോധനയിലൂടെ കിട്ടുന്ന മുമ്പൊന്നും ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഇത് അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. അതേ, അവസാനിക്കും. അവസാനിച്ചിട്ട് ഒരു പുതിയ ലോകം, യഥാർത്ഥ ലോകം ഇനി വരാനുണ്ട്. അപ്പം മഹ്ശർ ഇല്ല, ഒരുമിച്ച് കൂട്ടുന്നൊരു സമ്പ്രദായം ഇല്ല എന്ന് മനുഷ്യൻ ഇവിടെ വെച്ച് പറയാൻ.
അവൻ വിശ്വസിക്കാൻ, ബഹുഭൂരിപക്ഷം ആളുകളും അവിശ്വാസികളും അങ്ങനെ പറയാൻ, ജീവിതം ഇതോടുകൂടെ തീർന്നു. എന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് അവരാകെ കുടുങ്ങി. അല്ലാഹു തആല എന്തിനാണ് ഇങ്ങനെ ഈ ടൈമൊന്നും വ്യക്തമായി അറിയിക്കാതെ ഉണ്ട് 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 എന്നൊരു പ്രഖ്യാപനം മാത്രം നമ്മളോട് പറയുന്നത്? ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. നോക്ക്, നിങ്ങൾ അങ്ങനെ ചാൻസ് തന്നല്ലോ. വെള്ളിയാഴ്ചയിൽ ഒരു ഇജാബത്തിൻ്റെ സമയം അല്ലാഹു തആല മറച്ചു വെച്ചു. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എപ്പോഴാണ് ഇപ്പോൾ ഇജാബത്തിൻ്റെ സമയം? ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു സമയം ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിതർക്കിതമായ വിഷയമാണ്. ഇന്ന ഫീഹാ ലസാഅതൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ അജാബഹുല്ലാഹ്. വെള്ളിയാഴ്ചയിൽ ഒരു ടൈമുണ്ട്. അതങ്ങനെ പറഞ്ഞതുകൊണ്ട് ലസാഅത്തൻ എന്ന് പറഞ്ഞതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് കുറച്ച് നേരെ ഉണ്ടാവുള്ളൂ. കാരണം ആ പറഞ്ഞ ശൈലിന്ന് മനസ്സിലാക്കിയതാണ്. വെള്ളിയാഴ്ചയിൽ ഒരു ടൈം, ഒരു കുറഞ്ഞ സമയം ഉണ്ട്. അതിനോടൊരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ പ്രാർത്ഥന ഒത്തുവരൂല. അള്ളാഹു അതങ്ങനെ തന്നെ സ്വീകരിച്ച് ഉത്തരം നൽകിയിട്ടല്ലാതെ. ഏതാണ് ആ സമയം? 40 ആൾ 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നൊരു മജ്‌ലിസിൽ ദുആഇന് ഉത്തരം ലഭിക്കുന്ന ഒരാളുണ്ട്. അതാരാതെങ്ങനെ പറയാം? എന്തിനാ അപ്പോൾ അത് മറച്ചു വെച്ചത്? എന്തിനാ മറച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കാൻ തന്നെ. അല്ലേ ബഹുമാനം ഒരാൾക്ക് മാത്രമേ ചുരുങ്ങൂലേ? നമ്മൾ വിചാരിക്കുന്ന ആളായിരിക്കും, അല്ലല്ല, നമ്മൾ സങ്കല്പിക്കുന്ന, നമ്മൾ കരുതുന്ന ആളായിരിക്കൂല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബന്ധപ്പെട്ടതും അല്ലാഹു തആലയോട് കൂടുതൽ ഖുർബുള്ള ആളെ നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ ദറജയിലാകണം. അതിൻ്റെ ദറജയിൽ എന്ന് പറഞ്ഞാൽ അത്ര ഒരു വലിയൊരു മക്കാമുണ്ടല്ലോ, ആ മക്കാമിലെത്തണം. മക്കാമിലെത്തി എന്ന് പറഞ്ഞാൽ പോരാ, ആ പറഞ്ഞ ഉറപ്പുവാകണം, ശരിയാകണം. അങ്ങനെയാണ്. അത് ളാഹിറൻ നിലക്ക് കാണിച്ചു കൊടുക്കാനും വിവരിച്ചു കൊടുക്കാനുള്ള കഴിവ് വേണം. പറഞ്ഞാൽ പോരാ, പറയാം എല്ലാവർക്കും പറയാം, അതൊരു അനുമാനം എന്നുള്ളവർക്കൊക്കെ പറയാം. അങ്ങനല്ല, അത് ഉറപ്പിച്ചു പറയാൻ കഴിയണം അങ്ങനെയാണ് എന്നുള്ളത്. അതിന് വലിയ കഴിവ് വേണ്ടേ? ഒന്നുകിൽ ഒരു നബിയാകണം, അല്ലെങ്കിൽ നബിയോടടുത്ത സ്ഥാനമുള്ളൊരു വലിയാകണം. വലിയ എന്നൊക്കെ പറഞ്ഞാൽ അത് എവിടുന്നെങ്കിലും ഇങ്ങനെ വാങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒന്നുമല്ല. അത് കഠിനാധ്വാനത്തിൻ്റെ പേരിലും അല്ലാഹു തആല നൽകുന്ന സൂക്ഷ്മതയുടെ പേരിലും സുഹുദിൻ്റെ പേരിലും അല്ലാഹു തആല നൽകുന്ന ഒരു റുത്തുബ, ഒരു സ്ഥാനമാണ്. ഇനി അതൊന്നും ഇല്ലെങ്കിലും, ഔലിയാക്കളെ കഥയല്ല ഇപ്പോൾ പറഞ്ഞു, അതൊന്നും ഇല്ലെങ്കിലും 40 മുഅ്മിനീങ്ങൾ, ഇവിടെ ഇപ്പോൾ 40 ആളില്ലേ, 40 മുഅ്മിനീങ്ങൾ ഒത്തൊരുമിച്ച ഒരു മജ്‌ലിസ്, അത് നമ്മളെ ഇഖ്ലാസോടെ ആമീൻ പറയാനും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു ഭാഗ്യമാണത്. നിങ്ങൾ നോക്കാം, ഇത് നല്ലൊരു മജ്‌ലിസാട്ടോ, ഒന്ന് നല്ലോണം മനസ്സുറപ്പിച്ചൊന്ന് ആമീൻ പറയാം. ഈ പങ്കെടുത്ത് വെറുതെ ആകണ്ട. അപ്പം നമ്മൾ ഒരുങ്ങാൻ, നമ്മൾ തയ്യാറാകാൻ. ലൈലത്തുൽ ഖദർ എങ്ങാനും ഇന്ന രാത്രിയാണ് എന്ന് ഒരു കട്ടിയും കനമുള്ള റിപ്പോർട്ടിന് വന്നിക്കുകയാണെങ്കിൽ പിന്നെ ഒറ്റ തറാവീൻ്റെ ഒരു ഇൻസാനും ഉണ്ടാവില്ല. അന്ന് ഒരു പക്ഷേ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ആൾക്കാരത്തെ രാവിലെ ലൈലത്തിൽ നിന്ന് രാത്രിയല്ലേ പറഞ്ഞ് രാത്രി. അപ്പം എല്ലാ രാത്രികളെയും ആ ഒരു രാത്രിൻ്റെ മഹത്വം മാനിച്ച് പരിഗണിക്കാൻ, അത് കൂടുതൽ പരിഗണന അവസാനത്തെ 10 കൊടുക്കാൻ, ഇതിനെ അല്ലാഹു തആല നമ്മളെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല അവൻ്റെ ഖളായിൽ എങ്ങനെ തീരുമാനിച്ചത്?